നമസ്കാരം, ഏവർക്കും ഡിക്യോയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട വേദികളാണ്. സ്പോർട്സ് ഉൾപ്പെടെയുള്ള വേദികളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയിൽ നമുക്ക് വേദികളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി വരും ഘട്ടങ്ങളിലും ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വേദികളാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളെ 10th പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവരും ഇനി വരും ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവരും ഈ ഒരു ക്ലാസ് കണ്ടിട്ട് തന്നെ പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്നൊരു മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് G20യുടെ വേദിയാണ്. G20 2023 G20 സബ്മിറ്റ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 2023 G20 സബ്മിറ്റ് നടന്നത്. 2024 G20 സബ്മിറ്റിന് വേദിയായത് ബ്രസീലാണ്. ബ്രസീലിൽ വെച്ചിട്ടാണ് 2024 G20 സബ്മിറ്റ് നടന്നത്. ഈ 2025 G20 സബ്മിറ്റിന് വേദിയാകാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക ഒന്നുകൂടെ പറയാം. 2023 G20 സബ്മിറ്റിന് വേദിയായത് ഇന്ത്യയാണ്. 2024 ബ്രസീലിൽ വെച്ചിട്ടാണ് G20 സബ്മിറ്റ് നടന്നത്. 2025 സൗത്ത് ആഫ്രിക്കയാണ് G20 സബ്മിറ്റിന് വേദിയായത്. അടുത്ത നമുക്ക് G7 ഉച്ചകോടി നോക്കാം. G7 ഉച്ചകോടി 2023 G7 ഉച്ചകോടിക്ക് വേദിയായത് ജപ്പാനാണ്. ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചിട്ടാണ് 2023 G7 ഉച്ചകോടിക്ക് വേദിയായത്. 2024 G7 ഉച്ചകോടിക്ക് വേദിയായത് ഇറ്റലിയിലെ ഫസാനോ. 2025 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് കാനഡയിൽ വെച്ചിട്ടാണ് 2025 G7 ഉച്ചകോടി നടക്കാൻ പോകുന്നത്. G7 ഉച്ചകോടിയുടെ വേദികൾ ഒന്നുകൂടെ പറയാം. 2023 G7 ഉച്ചകോടി നടന്നത് ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചിട്ടാണ്. 2024 G7 ഉച്ചകോടിക്ക് വേദിയായത് ഇറ്റലിയിലെ ഫസാനോ ആണ്. 2025 കാനഡയിൽ വെച്ചിട്ടാണ് G7 ഉച്ചകോടി നടക്കാൻ പോകുന്നത്. അടുത്തത് ആസിയന്റെ വേദി നോക്കാം. ആസിയൻ ഉച്ചകോടിയുടെ വേദി നോക്കാം. 2023 ആസിയൻ ഉച്ചകോടിക്ക് വേദിയായത് ഇന്തോനേഷ്യയാണ്. 2024 ആസിയൻ ഉച്ചകോടിക്ക് വേദിയായത് ലാവോസ്. 2025 ആസിയൻ ഉച്ചകോടിക്ക് വേദിയായത് മലേഷ്യ. ആസിയൻ ഉച്ചകോടിയുടെ വേദികൾ പറയാം. 2023 ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് ഉച്ചകോടി നടന്നത്. 2024 ആസിയൻ ഉച്ചകോടി നടന്നത് ലാവോസിൽ വെച്ചിട്ടാണ്. 2025 ആസിയൻ ഉച്ചകോടി നടന്നത് മലേഷ്യയിൽ വെച്ചിട്ടാണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയാണ് UN കാലാവസ്ഥ ഉച്ചകോടി. UN കാലാവസ്ഥ ഉച്ചകോടി 2023 നടന്നത് UAE ദുബായിൽ വെച്ചിട്ടാണ്. UAE ദുബായിൽ വെച്ചിട്ടാണ്. ഇത് COP28 എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. COP28 വേദി UAE ദുബായ് ആണ്. 2024 നടന്നത് COP29 ആണ്. COP29 വേദിയായത് അസർബൈജാൻ ബാക്കു. ഇനി 2025 COP30 വേദിയാവുന്നത് ബ്രസീലാണ്. 2025 COP30 വേദിയാവുന്നത് ബ്രസീലാണ്. 2024 അസർബൈജാൻ ബാക്കുവിൽ വെച്ചിട്ടാണ് കാലാവസ്ഥ ഉച്ചകോടി നടന്നത്. 2023 നടന്നത് UAE ദുബായിൽ വെച്ചിട്ടാണ് UN കാലാവസ്ഥ ഉച്ചകോടി നടന്നത്. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക പുസ്തക തലസ്ഥാനം. 2023 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് അക്ര ഖാനയിലാണ്. ഇനി 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ്. ഇത് ഫ്രാൻസിലാണേ. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. ലോക പുസ്തക തലസ്ഥാനം ഒന്നുകൂടെ പറയാം. 2023 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് അക്ര ഖാനയിലാണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ് ഫ്രാൻസ്.
2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. അടുത്തത് ലോക ഹിന്ദി കോൺഫറൻസ്. ലോക ഹിന്ദി കോൺഫറൻസ് 2023 വേദിയായത് ലോക ഹിന്ദി കോൺഫറൻസിന് 2023 വേദിയായത് ഫിജിയാണ്. ഫിജി. 2024 ലോക ഹിന്ദി കോൺഫറൻസിന് വേദിയായത് ന്യൂയോർക്ക്. അടുത്തത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നോക്കാം. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്. ഈ 109ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ് 109ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത്. അടുത്തത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി നോക്കാം. 2024 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് നടന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചിട്ടാണ്. മധ്യപ്രദേശ്. 2024 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദിയായത് ഇൻഡോർ, മധ്യപ്രദേശാണ്. ഇനി 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന് വേദിയായത് ഭുവനേശ്വർ ഒഡീഷയിലാണ് വേദിയായത്. ഭുവനേശ്വർ, ഒഡീഷ. പ്രവാസി ഭാരതീയ ദിവസ് 2024 നമുക്കിപ്പോൾ നിലവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 2024 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന് വേദിയായത് ഇൻഡോർ, മധ്യപ്രദേശ്. അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത്. കേരള സയൻസ് കോൺഗ്രസ് 2024 വേദി കാസർഗോഡാണ് കേരള സയൻസ് കോൺഗ്രസ് 2024 വേദി. അടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി നോക്കാം. 2024-2025 അധ്യയന വർഷത്തിൽ നടന്നത് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. 2025 ഇത് നടന്നത്. പക്ഷെ 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവമാണ്. വേദിയായത് തിരുവനന്തപുരമാണ് വേദിയായത്. വിജയിച്ചത് തൃശ്ശൂർ. 2024-25 അധ്യയന വർഷത്തിൽ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരവും, വിജയിച്ചത് തൃശ്ശൂർ. അപ്പം വേദി എവിടെയാണെന്നൊക്കെ നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. വേദി തിരുവനന്തപുരമാണ്. ഇനി 2023-24 വർഷത്തെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. അതിന് വേദിയായത് കൊല്ലം ജില്ലയാണ്. വേദി കൊല്ലം ജില്ല. വിജയിച്ചത് കണ്ണൂർ. വിജയിച്ചത് കണ്ണൂരും, വേദി കൊല്ലം ജില്ലയാണ്. അടുത്ത നമുക്ക് കായികവുമായി ബന്ധപ്പെട്ട കുറച്ച് വേദികൾ നോക്കാം. ആദ്യത്തേത് ദേശീയ ഗെയിംസിന്റെ വേദി നമുക്ക് നോക്കാം. 2023 37ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. ഗോവ. അടുത്ത 2025 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡ്. 2023 37ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഗോവയാണ്. 2025 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാവുന്നത് ഉത്തരാഖണ്ഡാണ്. അടുത്തത് ഒളിമ്പിക്സിന്റെ വേദി നോക്കാം. ഒളിമ്പിക്സിന്റെ വേദി പഠിക്കുമ്പോൾ സമ്മർ ഒളിമ്പിക്സിന്റെ വേദിയും പഠിക്കണം, വിന്റർ ഒളിമ്പിക്സിന്റെ വേദിയും പഠിക്കണം. സമ്മർ ഒളിമ്പിക്സിന്റെയും വിന്റർ ഒളിമ്പിക്സിന്റെയും സെപ്പറേറ്റ് ആയിട്ട് വേദി പഠിക്കണം. സമ്മർ ഒളിമ്പിക്സ് 2020, 2024, 2028 ഇത്രയും വർഷങ്ങളൊന്ന് നോക്കിയിരിക്കുക. 2020 നടന്നത് ടോക്കിയോയിൽ വെച്ചിട്ടാണ്. ഇത് 2021 നടന്നത്. കോവിഡ് കാരണം 2021 നടന്നത്. എന്നാലും 2020 എന്നാണ് നമ്മൾ പറയുന്നത്. 2024 നടന്നത് പാരീസിൽ വെച്ചിട്ടാണ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത്. 2028 നടക്കാൻ പോകുന്നത് ലോസ്
ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അടുത്ത വിന്റർ ഒളിമ്പിക്സ്. 2022ലെയും 2026ലെയും വേദി പഠിക്കണം. 2022 വിന്റർ ഒളിമ്പിക്സ് നടന്നത് ചൈനയിലെ ബീജിംഗിൽ വെച്ചിട്ടാണ്. ചൈന. ഇനി 2026 നടക്കാൻ പോകുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. ഇപ്പം നമുക്ക് വെറുതെ ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചാൽ അത് സമ്മർ ഒളിമ്പിക്സ് ആയിരിക്കും. ഇനി വിന്റർ ഒളിമ്പിക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ വിന്റർ ഒളിമ്പിക്സ് എന്ന് എടുത്ത് തന്നെ ചോദിക്കും. 2024 ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാരീസ് എഴുതുക. 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലോസ് ഏഞ്ചൽസ് എന്ന് എഴുതുക. ഈ വിന്റർ ഒളിമ്പിക്സ് ആണെങ്കിൽ 2022 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ. 2022 കഴിഞ്ഞത് നടന്നത്. 2022 ഖത്തറിൽ വെച്ചിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത്. ഖത്തർ. അടുത്ത നടക്കാൻ പോകുന്നത് 2026 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്. മെക്സിക്കോ, കാനഡ, അമേരിക്ക അല്ലെങ്കിൽ USA. അടുത്തത് കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസ് 2022 കഴിഞ്ഞത് നടന്നത്. ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാം. ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് 2022 നടന്നത്. അടുത്ത നടക്കാൻ പോകുന്നത് 2026 ഓസ്ട്രേലിയയിലെ വിക്ടോറിയ ഓസ്ട്രേലിയ. കോമൺവെൽത്ത് ഗെയിംസ് 2022 നടന്നത് ബിർമിംഗ്ഹാം ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. 2026 നടക്കാൻ പോകുന്നത് വിക്ടോറിയ ഓസ്ട്രേലിയ. അടുത്തത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി നോക്കാം. ഏഷ്യൻ ഗെയിംസിന്റെ വേദി 2022 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വെച്ചിട്ടാണ്. ഹാങ്ഷോ ചൈന. അടുത്ത് നടക്കാൻ പോകുന്നത് 2026 ജപ്പാനിൽ വെച്ചിട്ടാണ് 2026 നടക്കാൻ പോകുന്നത്. 2030 വേദിയാവുന്നത് ഖത്തറാണ്. അപ്പം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ 2025 പ്രധാനപ്പെട്ട ഒരു കായിക ഇവന്റ് പോലും ഇല്ല. ദേശീയ ഗെയിംസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒളിമ്പിക്സ്, ഫിഫ വേൾഡ് കപ്പ്, കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ് ഇതെല്ലാം 2026 അടുത്ത വർഷമാണ് നമുക്ക് വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വേദികളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. 2026 ഏതിലൊക്കെയാണ് വേദിയാകാൻ പോകുന്നത്, കഴിഞ്ഞ വേദികളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.